ആദ്യം തന്നെ അഭിനന്ദനം അറിയിക്കുകയാണ്. കാരണം ആ സമയം താങ്കൾ ധൈര്യത്തോടു കൂടിയാണ് ആ വിഷയത്തെ നേരിട്ടത്. അത് ആ വീഡിയോയിൽ നിന്ന് ഞങ്ങൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെയാണ് പ്രതി ആ സമയം തന്നെ പിടികൂടാനായത്. ശരിക്കും ആ സമയം പോലീസും ഈ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും ചേർന്നാണോ പ്രതിയെ പിടികൂടിയത്? ഒച്ച വെച്ച് കഴിഞ്ഞ് വീട് എടുക്കാൻ വേണ്ടി നിന്ന് കഴിഞ്ഞാൽ ആൾ ഓടിയ ടൈമില് അവിടെ ഉണ്ടായിരുന്ന കുറെ ചെറുപ്പക്കാരും അവരൊക്കെ കൂടി നാട്ടുകാരാണ് അവിടെ മെയിനായിട്ട് പിടിക്കാൻ കൂടിയത്. പിന്നീട് പോലീസുകാരെ വേഗം പോയി പിടിക്കുകയാണ് ചെയ്തത്. ആ ട്രെയിൻ അവിടെ എത്തിയപ്പോഴാണ് ഈ സംഭവം ഉണ്ടായതല്ലേ? ട്രെയിൻ അവിടെ എത്തി പ്ലാറ്റ്ഫോമിൽ ഞാൻ ട്രെയിനിന്റെ അകത്തേക്ക് കയറാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് സംഭവം ഉണ്ടായത്. ആ സമയം തന്നെ പ്രതികരിക്കുകയും വീഡിയോ എടുക്കുകയും ചെയ്തിരുന്നു അല്ലേ? പ്രതികരിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെയാണ് എനിക്ക് വീഡിയോ എടുക്കണം എന്നുള്ള സാധനം വന്നത്. അപ്പോഴാണ് ഞാൻ വീഡിയോ എടുത്തപ്പോൾ ആള് കൈ തട്ടി ഓടിപ്പോയത്. നമ്മളെ വീഡിയോയിൽ ഇങ്ങനെ കാണുന്നുണ്ട് അയാൾ ആ കൈ തട്ടി അവിടെയുള്ള ആൾക്കാരൊക്കെ നോക്കി നിൽക്കുന്നതും ഒക്കെ. അവിടുന്ന് ആ കുറച്ച് പോയപ്പോഴത്തേക്ക് തന്നെ അയാളെ പിടികൂടാൻ സാധിച്ചിരുന്നോ? അയാൾ ഓടിപ്പോയപ്പോ തന്നെ ഞാൻ സൗണ്ട് ഉണ്ടാക്കി സാറിന്. അപ്പൊ നാട്ടുകാർ സൗണ്ട് ഉണ്ടാക്കണ്ടായിരുന്നു. സാർ പിടിക്കുമെന്ന് പറയണ്ടായിരുന്നു. അങ്ങനെ കുറെ ആൾക്കാർ അവർക്ക് ബാക്കിൽ ഓടി എല്ലാവരും കൂടെ ചേർന്ന് പിടിക്കുക ചെയ്തു. കുറച്ച് കഴിയുമ്പോ തന്നെ പിടിക്കാൻ പറ്റി. ആ സമയം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോൾ തന്നെ താങ്കൾ പ്രതികരിക്കുന്നു. അപ്പോൾ ആ സമയം ചുറ്റുമുണ്ടായവരുടെ പ്രതികരണം എങ്ങനെയാണ്? ചുറ്റും ഉണ്ടായിരുന്ന ഒരു പ്രതികരണം എന്ന് പറഞ്ഞാൽ എല്ലാവരും നോക്കി നിൽക്കായിരുന്നു ആദ്യം ചെയ്തത്. അവിടെ ഓടിപ്പോയി പിടിക്കാൻ കുറെ ആൾക്കാരുണ്ടായിരുന്നു. ഞാൻ എല്ലാവരും അറിയില്ല, കുറച്ച് ആൾക്കാർ അങ്ങനെയായിരുന്നു നിന്നിരുന്നത്. പക്ഷെ അവിടുന്ന് ഒരു സ്ത്രീ എന്റെ കഴുത്തിലേക്ക് വേഗം തൊട്ടാ കുഴപ്പമൊന്നുമില്ല, മാലൊക്കെ ഉണ്ടാവുന്ന വിചാരിച്ചിട്ടാവും, മാലയൊന്നും പോയില്ലല്ലോ അങ്ങനെയൊക്കെ പറഞ്ഞ് ആ സ്ത്രീ കുറെ നേരമായിട്ട് അങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു ദേഷ്യത്തിൽ ഞാൻ എന്റെ മാല പൊട്ടിച്ചതല്ല, ആൾ എന്നെ ഇവിടെ പിടിക്കാണ് ചെയ്തത് പറഞ്ഞപ്പോ ഓ ആണോ എന്ന് പറഞ്ഞിട്ട് ആ സ്ത്രീ അങ്ങനെ പോവുക ചെയ്തു. അതെനിക്ക് ഭയങ്കരമായിട്ടൊരു മാനസിക പ്രശ്നം ഉണ്ടാക്കി. ഒപ്പം ഉണ്ടായിരുന്ന ഒരു സ്ത്രീ ആണല്ലേ ആ രീതിയിൽ കൈകാര്യം ചെയ്തു പോയത്? അതാണ്, അതൊരു സ്ത്രീ ചെയ്തപ്പോ എനിക്കത് ഒന്നുകൂടെ ഭയങ്കരമായിട്ട് സങ്കടം വരുന്നൊരവസ്ഥയിലേക്ക് എത്തി. ഇപ്പോൾ ഈ പ്രതിയെ പിടികൂടിയപ്പോൾ അയാൾ എന്താണ് അവിടെ ഓരോരുത്തർക്ക് സംസാരിച്ചത്? രക്ഷപ്പെടാൻ വേണ്ടിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നോ? ആദ്യം പിടിച്ചപ്പോ തന്നെ ആള് ഒന്നും മിണ്ടണില്ല, ഇങ്ങനെ വെറുതെ ഒന്നുമില്ല, ഞാനില്ല അങ്ങനെ പറയാം. പിന്നെ ആൾക്കാർ കൂടിയപ്പോ ഞാനൊന്നും ചെയ്തില്ല അങ്ങനെ ഒരു ഇത് സംസാരിക്കാൻ തുടങ്ങി. അതിനുശേഷം പിന്നെ ആള് ക്യാമറ ഞാനല്ല പറഞ്ഞിട്ട് ആള് കുറച്ച് റേറ്റ് ആയിട്ട് ആൾ ഓടിപ്പോവാ ചെയ്തത്. എന്നിട്ടും എന്തുകൊണ്ടാണ് അയാളുടെ മുഖം മറയ്ക്കാൻ കുട്ടിക്ക് തോന്നിയത്? അതായത് ആൾക്കൊരു ഫാമിലി ഉണ്ട്. ആള് എന്നോട് ചെയ്തൊരു നെറികേടിന് ഞാൻ ആളെ അതേ വേറൊരു രീതിയിൽ പണിഷ് ചെയ്യുക എന്ന് പറയുന്നത് ശരിയായ ഒരു കാര്യമല്ല. കാരണം ആളുടെ ഒരു ഫാമിലി ഉണ്ട്. അത് ഇന്നസെന്റ് ആയിട്ടുള്ള ഒരു ഫാമിലിയാണ്. ആളുടെ ഭാര്യ, മക്കള്. അപ്പം ഈ കുട്ടി അല്ലെങ്കിൽ ചെറിയൊരു കുട്ടിയാണെങ്കിൽ ആ ചെറിയ കുട്ടി നാളെ ഒരു സ്കൂളിലേക്ക് പോകുമ്പോ നിന്റെ അച്ഛൻ അങ്ങനെ പിടിച്ച ഒരാളല്ലേ, നിന്റെ അച്ഛൻ അങ്ങനെയില്ലേ, നിന്റെ അച്ഛൻ നിന്നെയും ചെയ്യാറുണ്ടോ എന്നൊക്കെ തുടങ്ങിയ കാര്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ആ കുട്ടിക്ക് ഉണ്ടാവുന്ന മാനസിക പ്രശ്നം എന്നെക്കാളും വലുതായിരിക്കും. എനിക്ക് ഇത്രയും വയസ്സായതുകൊണ്ട് ഞാൻ കുറച്ചെങ്കിലും അത് ഡീല് ചെയ്യുമായിരിക്കും. പക്ഷെ അതൊരു ചെറിയൊരു കുട്ടിയാണെങ്കിൽ ആ കുട്ടി അത് ഡീല് ചെയ്യുന്ന രീതി വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരിക്കും. അപ്പൊ ഇന്നസെന്റ് ആയിട്ടുള്ള ആൾക്കാർ ഇവിടെ പണിഷ് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ടോ ചോദിച്ചാൽ തീർച്ചയായിട്ടും ഇല്ല. അയാളാണ് തെറ്റ് ചെയ്തത്, അയാൾ മാത്രം അതിൽ സഫർ ചെയ്താൽ മതി. ആ ഫാമിലി മൊത്തം അതിൽ സഫർ ചെയ്യേണ്ട ഒരു ആവശ്യം അതിൽ ഇല്ല എന്നാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ എന്റെ ഭാഗത്തുനിന്ന് ഞാൻ ഫേസ് റിവീൽ ചെയ്യാതിരുന്നത്. കാരണം ആ ഫാമിലിക്ക് അതൊരു സൈബർ ബുള്ളിങ് പോലെ ഉണ്ടാവരുത്. തീർച്ചയായിട്ടും അത് താങ്കളുടെ ഭാഗം തന്നെയാണ്. അത് കൃത്യമായിട്ട് വിശദീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പം ഇതിനുശേഷം ഈ നിയമ നടപടികളിൽ എങ്ങനെയാണ് മുന്നിലേക്ക് പോയത്? അതായത് ആള് ഓടി പോയി കഴിഞ്ഞപ്പോ ഞാൻ പാനിക്കായി നന്നായി കരഞ്ഞുപോയി. അതിനുശേഷം വേഗം അവിടെ സ്റ്റേഷനിൽ മാഡം വന്നിട്ട് എന്നെ വിളിച്ചു, മോളെ പരാതി എഴുതിക്കോ പറഞ്ഞു. അങ്ങനെ സ്റ്റേഷനിലേക്ക് പോയി RPF പോയിട്ട് അവിടുന്ന് പരാതി രജിസ്റ്റർ ചെയ്തിട്ട് അവിടുന്ന് ഒന്ന് ചോദിച്ചു എന്താണ് സംഭവം ഉണ്ടായത് അങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ സൗത്തിലേക്ക് പോയത്. സൗത്ത് നിന്ന് പോയി അവിടുന്ന് നമ്മളെ ഒന്ന് ക്വസ്റ്റ്യൻ ചെയ്തു, പരാതി ഉണ്ടോ ചോദിച്ചിട്ട് അവിടെ എനിക്ക് പരാതി ഉണ്ട് പറഞ്ഞു. അപ്പൊ ആള് പറഞ്ഞു റിമാൻഡിൽ പോണ കേസാവും, ജാമ്യം ഉണ്ടാവില്ല, അപ്പൊ അതുകൊണ്ട് തന്നെ കോടതിയിൽ പോവേണ്ടി വരും പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ ഫൈൻ, എനിക്ക് കുഴപ്പമില്ല, കോടതിയിൽ പോകാൻ ഞാൻ റെഡിയാണ്, കാരണം എനിക്കതിൽ ഒരു പ്രശ്നമില്ല, എനിക്ക് പരാതി ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ചോദ്യങ്ങളൊക്കെ ചോദിച്ചതിന് ശേഷം FIR രജിസ്റ്റർ ചെയ്തത്. ഈ വിഷയം എന്തായാലും ആ വീഡിയോ താങ്കൾ പുറത്തുവിട്ടത് ഞങ്ങൾ കണ്ടതാണ്. അതിനുശേഷം വീട്ടിൽ അറിയിച്ചിട്ടുണ്ടാകുമല്ലോ. കുടുംബത്തിന് സപ്പോർട്ട് ഏത് വിധത്തിലാണ് ഈ ഒരു വിഷയത്തിൽ താങ്കൾക്ക് ലഭിക്കുന്നത്? അതായത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി, ഞാൻ പരാതി കൊടുക്കാൻ വേണ്ടി അവിടെ ഇരുന്നപ്പോൾ ഞാൻ അമ്മേനെ വിളിച്ചത്. അങ്ങനെ വിളിച്ചപ്പോ തന്നെ അമ്മ ഇങ്ങനെ ഒരു സംഭവം വളരെ കൂളായിട്ട് അമ്മ കേട്ടത്. അമ്മ വളരെ കൂളായിട്ട് കേട്ടത്, നമുക്ക് ശരിക്കും തോന്നുന്നു നീ ചെയ്തോ, നീ ഇന്ന് ചെയ്യുന്ന ഒരു സാധനം നീ പരാതി, അമ്മേന്റെ അഭിപ്രായം തന്നെയാണ്, നീ പരാതി കൊടുക്കണം. കാരണം നിന്റെ പരാതി മൂലം നാളെ വേറൊരു പെൺകുട്ടിക്ക് ഇത് ഉണ്ടാവരുത്. നീ ഇന്ന് കൊടുക്കുന്ന പരാതിക്ക് മൂലം വേറൊരു പെൺകുട്ടിക്ക് ഇതുപോലെ പരാതി കൊടുക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലാണ്. നീ എന്താണോ ശരിയെന്ന് തോന്നുന്നു അത് നീ ചെയ്തോ പറഞ്ഞു. അതിനുശേഷം അച്ഛനെ വിളിച്ചപ്പോഴും അച്ഛൻ പറഞ്ഞ അതാണ്. രണ്ടാൾക്കാരും ഭയങ്കര പാനിക് ആവും, അങ്ങനെയല്ല, ഭയങ്കര കൂളായിട്ട് എനിക്കിത് ഹാൻഡിൽ ചെയ്യാൻ കഴിയും എന്നുള്ള രീതിയിൽ തന്നെയാണ് അവർ പ്രതികരിച്ചത്. അങ്ങനെ അവർ പറഞ്ഞു, അതായത് നിനക്ക് ശരിയെന്ന് തോന്നുന്നു നീ ചെയ്തോ, എന്തായാലും
എവിടെയാണെങ്കിലും ഏത് കോടതിയിലാണെങ്കിലും എന്താണെങ്കിലും നമ്മൾ ഇതിന് മുമ്പോട്ട് പോകാൻ റെഡിയാണ്. നീ നിനക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യം നീ ചെയ്തോ. നാളെ വേറൊരു പെൺകുട്ടിക്ക് ഇത് കാരണം ഒരു ലൈസൻസ് ഉണ്ടാവരുത് എന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഉൾപ്പെടെ താങ്കളുടെ പ്രതികരണം അത് സോഷ്യൽ മീഡിയയിലൂടെയാണ് പങ്കുവച്ചത്. സ്വാഭാവികമായിട്ടും സോഷ്യൽ മീഡിയ ആകുമ്പോൾ ആ തരത്തിൽ കമന്റുകളും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും. എങ്ങനെയാണ് അതിനെ കൂടി നോക്കിക്കാണുന്നത്? ഏത് വിധത്തിലാണ് സോഷ്യൽ മീഡിയയിൽ നിന്നും ഉൾപ്പെടെ ഈ സമൂഹത്തിൽ നിന്നും ഉൾപ്പെടെയുള്ള സപ്പോർട്ടുകളെ കുട്ടി നോക്കുന്നത്? ഈ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തതിനു ശേഷം കുറെ നല്ല നല്ല കമന്റ്സ് ഒരുപാടുണ്ടായിരുന്നു. പക്ഷേ ഏതൊരു കോയിൻ ടോസ് ചെയ്താലും രണ്ട് സൈഡ് ഉണ്ടാവും എന്ന് പറയുന്നത് അതിൽ ചില ആൾക്കാർ പിടിച്ചതായി തോന്നിയതാവും. അല്ലെങ്കിൽ ഇപ്പം ആണുങ്ങൾക്ക് തന്നെ ഇപ്പൊ നടക്കാൻ പറ്റുന്നില്ല, പിന്നെയാണ് ഒരു പെൺകുട്ടിക്ക്. ഇതൊന്നും ഇതിപ്പോ എല്ലാവർക്കും നടക്കുന്നതാണ്. പിന്നെ ഞാൻ കണ്ടൊരു കമന്റ് ആണ്, അതായത് ഇത് സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമാണ്, നിന്നെ പോലെയുള്ള ആൾക്കാർക്ക് മാത്രമാണ് ഇത് സംഭവിക്കുന്നത്, ബാക്കി എത്രയോ പെൺകുട്ടികൾക്ക് ഇത് സംഭവിക്കുന്നുണ്ട്, അതുകൊണ്ട് ഇത് വലിയ പ്രശ്നമുള്ള കാര്യമല്ല എന്ന് പറഞ്ഞൊരു കമന്റ് ഞാൻ കണ്ടു. ഇത് ആക്ച്വലി ഏത് ലോകത്താണ് അവർ ജീവിക്കണതെന്ന് പോലും എനിക്ക് മനസ്സിലാവില്ല. ഇത്രയോ പെൺകുട്ടികൾക്ക് സംഭവിക്കുന്നുണ്ട്, ശരിയാണ്, പക്ഷെ അത് നോർമലൈസ് ചെയ്യല്ല വേണ്ടത്. ഒരുപക്ഷെ അങ്ങനെയുള്ള മനോഗതിയുള്ള ഒരാളായിരിക്കും അല്ലേ കുട്ടിയുടെ ഒപ്പം ഉണ്ടായിരുന്ന സംസാരിച്ച സ്ത്രീയും? അത്രയും പറയാം. ചിലപ്പോ സ്ത്രീ ചിലപ്പം ചിന്തിച്ചത് മാളെ ആവാതിരിക്കാം. കാരണം പഴയ ആൾക്കാരാണ്, അവര് പോലും അങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു മറുപടി പറയാൻ കഴിയൂല. തീർച്ചയായിട്ടും. ഏതായാലും താങ്കൾ കൃത്യമായിട്ട് തന്നെ ധൈര്യം കാണിച്ചുകൊണ്ട് ഈ വിഷയം സമൂഹത്തിന് മുന്നിലേക്ക് എത്തിച്ചിരിക്കുന്നു. ആ സമയം താങ്കൾ കാണിച്ച ധൈര്യത്തെ അഭിനന്ദിക്കുക തന്നെയാണ്. അതുകൊണ്ട് മാത്രമാണ് പ്രതിയെ അവിടെ വെച്ച് തന്നെ പിടികൂടാനായത്. ധൈര്യത്തോടു കൂടി മുന്നോട്ട് പോവുക കേട്ടോ. താങ്ക് യു. ഓക്കെ. അപ്പോൾ